സതീഷ് വസന്ത് അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള ഓഫീസർമാർ ഇങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയാൽ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താകും എന്നാണ് വലിയ ആശങ്കയോടെ അങ്ങ് ചോദിച്ചത്. അങ്ങേക്ക് ഒരു കണ്ണൻ ഗോപിനാഥിനെ ഓർമ്മയുണ്ടോ? ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് IAS സ്ഥാനം ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്ന് കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്ന കണ്ണൻ ഗോപിനാഥ്. ഈ കണ്ണൻ ഗോപിനാഥിനെ CPM അടക്കമുള്ള ആളുകൾ, ഈ പ്രതിപക്ഷ നിരയിലുള്ള സംഘടനകൾ, കക്ഷികൾ എല്ലാവരും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് താങ്കൾക്കറിയില്ലേ? അപ്പോൾ കണ്ണൻ ഗോപിനാഥ് പ്രതികരിക്കുമ്പോൾ അത് സിസ്റ്റത്തിന് എതിരല്ലാതാവുകയും ബി അശോക് പ്രതികരിക്കുമ്പോൾ അത് സിസ്റ്റത്തിന് എതിരാകുകയും ചെയ്യുന്ന ഒരു മനോഭാവം എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്നു? അല്ല നീലിമ പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ IAS രാജിവെച്ചിട്ടാണ്. അദ്ദേഹം IAS രാജിവെച്ചിട്ട് ഇത് നിലപാടിൽ 370 ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് സർക്കാരിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് അദ്ദേഹം രാജിവെച്ചിട്ടാണ്. അല്ലെ ഇതിൽ ഇരുന്നിട്ട് സർവീസ് ചെയ്യുന്നതിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, രാജിവെക്കേണ്ടി വന്നു. അത് പറയൂ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് സർവീസ് ഇട്ടുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തും എൻ്റെ സഹോദരനായ ശ്രീ നന്ദു പറയാനായിട്ട് ഇവിടെ വയനാട് ചൂരൽമലയുള്ള ഇതെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണോ? അവിടെ ഉരുൾപൊട്ടലുണ്ടായത് ആണോ? അവിടുത്തെ ജനങ്ങൾക്ക് വീട് വെച്ച് 171 വീട് വെച്ച് കൊടുത്തത് ഗവൺമെൻറ്റല്ലേ? ഈ ഗവൺമെൻറ്റിൽ അവിടുത്തെ ഫർണിച്ചറെല്ലാം കൊടുത്തത് ഇവിടുത്തെ DIFI കാരല്ലേ? അവർ ആ പ്രസ്ഥാനമല്ലേ കൊടുത്തിട്ടുള്ളത്? എന്നിട്ട് കേന്ദ്ര സർക്കാർ ഒരു പൈസ അല്ല ഞാൻ പറയുന്നത് നീലി ഒരു കഞ്ച് 141 നറുക്കെടുത്ത് അവരെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ? ആ വീടുകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ മാധ്യമങ്ങളെ നിങ്ങളത് പരിശോധിക്കുന്നേ, നിങ്ങളിനി പരിശോധിക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒന്നല്ലോ ഫ്ലൈറ്റ് പിടിച്ച സമയത്ത് കുട്ടികളെ ഉമ്മ വയ്ക്കുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോയി ഉമ്മ വയ്ക്കുന്നുണ്ടല്ലോ, 1 രൂപ തന്നു. എന്നിട്ടാണ് നന്ദു ഇതെന്ന് പറയുന്നത്. നന്ദു നിങ്ങൾക്ക് ഉളുപ്പില്ലേ? കാര്യം നിങ്ങൾക്ക് നിങ്ങളെ 1 രൂപ അതിൻ്റെ അകത്തുള്ള പൈസ ഉണ്ടോ? ഒരു BJP-ക്കാര് കള്ളം പറഞ്ഞ എപ്പോഴും പോകാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോ ULCC-ക്കും അതുപോലെ കിഫോണും കൊടുത്തിരിക്കുന്ന ഞാൻ പറഞ്ഞോട്ടെ ഏട്ടാ, കിഫോണും കൊടുത്തിരിക്കുന്ന എഗ്രിമെന്റിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന തുക അത് ഏത് ഫണ്ടിൽ നിന്നാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? പറഞ്ഞോളൂ. ഏത് ഫണ്ടിൽ? അല്ല ഞാൻ സ്ട്രോങ് ആയി പറയല്ലേ? അല്ലെന്ന് ഞാൻ സ്ട്രോങ് ആയി പറയുന്നു. അല്ല, പിന്നെ അത് കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ചേട്ടാ, കേന്ദ്ര സർക്കാരിന്റെ സാസ്കി ഫണ്ട്. ഒരു തെളിയിപ്പില്ല. നിങ്ങൾ അവിടുത്തെ ഒന്നുമില്ല, നിങ്ങൾ ശുദ്ധ നുണകൾ പറയല്ലേ. ഇത് കേരള ഗവൺമെന്റ് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ചുമ്മാ ശുദ്ധ നുണയായിട്ട് ഒരു മിനിറ്റ്. ലെറ്റർ നമ്പർ ചേട്ടാ എഴുതി വെച്ചോ. 44 അത് ബ്രാക്കറ്റിനകത്ത് 1 PF/S/2025-2026 കാപെക്സ് കേരള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർക്കാരിൻ്റെ ആണേ. The additional secretary finance department government of Kerala Thiruvananthapuram, revision of capital projects approved under part 1, additional location on account of natural disaster of scheme of special assistance to state for capital investment 2024-2025. അതിനകത്ത് ഞാൻ ബഹളം വെക്കാതെ
ബഹളം വെക്കാതെ. ഈ വയനാട് ദുരന്തത്തിനും കൊടുത്തിട്ട് പൈസ നിങ്ങളുടെ സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നല്ല കൊടുത്തു ചേട്ടൻ. അല്ല, നിങ്ങളുടെ സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞാൻ എന്നെ തടസ്സപ്പെടുത്തുന്നേ? ചേട്ടൻ നിക്ക്. ചേട്ടൻ പറഞ്ഞല്ലോ ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഈ സത്യം മൂടി വെക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളുടെ മുൻപാകെ ജനങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി. ഡിപ്പാർട്ട്മെന്റ് ലെറ്റർ ഓഫ് ഞാൻ നേരത്തെ കൺവേയിങ് അപ്രൂവൽ ഓഫ് സ്പെഷ്യൽ അസിസ്റ്റൻസ് ലോൺ 529.59 കോടി for 16 capital projects of state government of Kerala as additional allocation of account of national disaster under part 1 SASKI 2024-2025. Reference is also embedded to the letter. So dated so also the government of Kerala. ഇനി അതിനകത്ത് വരുന്ന പ്രോജക്ട്സ് കേട്ടോ. കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് ബിൽഡിംഗ് ഇൻ റീഹാബിലിറ്റേഷൻ ടൗൺഷിപ്സ് ഇൻ നെടുമ്പാല ആൻഡ് എലിസ്റ്റോൺ എസ്റ്റേറ്റ്സ്. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ സപ്ലൈ സ്കീം ഫോർ വയനാട് ഡിസ്ട്രിക്ട്. ചേട്ടാ നിക്ക് ഞാൻ വായിക്കട്ടെ. കൺസ്ട്രക്ഷൻ ഓഫ് GVHSS വല്ലാർമല ആൻഡ് HS സെക്ഷൻ ഓഫ് GVHSS വല്ലാർമല, സ്ട്രെങ്തനിങ് ഓഫ് ഹെൽത്ത് സബ് സെന്റേഴ്സ്, റോഡ്സ് ആൻഡ് ഗവൺമെന്റ് ബിൽഡിംഗ്സ് ഇൻ വയനാട്, കേന്ദ്ര സർക്കാർ ഞാൻ ഈ ഫയൽ നീലിമ ചേച്ചിക്ക് അയച്ചു തരാം. ശരി.